ഞാൻ വന്നിരിക്കുന്നത് ഒരു കിടില റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഉപ്പുമാങ്ങ ഉലത്തിയത്. ഇതിലേക്ക് വേണ്ടത് ചുവന്നുള്ളി, പച്ചമുളക്, അല്പം കറിവേപ്പില, ഉപ്പുമാങ്ങ. ഉപ്പുമാങ്ങ നമ്മുടെ മാങ്ങക്കറിക്ക് അരിയുന്ന പോലെ അരിയരുത്. തൊണ്ടോടുകൂടി തന്നെ ചീന്തി അരിയണം. നൈസായിട്ട് ചീന്തി കിട്ടണം. നമുക്ക് എത്രത്തോളം നൈസാക്കാൻ പറ്റും അത്രത്തോളം നൈസായിട്ട് അരിയുക. പാൻ ചൂടാക്കാൻ നമ്മൾ അടുപ്പത്ത് വെച്ചപ്പോൾ പാൻ ചൂടായപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ അല്പം കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകൊക്കെ നല്ല പോലെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കണം. ചുവന്നുള്ളി എത്രത്തോളം കൂടുതലിടാൻ പറ്റും അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ. ചുവന്നുള്ളി ഒന്നങ്ങോട്ട് ചിക്കി അതിലൊക്കെ പച്ചക്കൊക്കെ മാറി വരുമ്പോൾ നമ്മൾ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല പോലെ ചിക്കിയെടുക്കുക. വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നു കഴിയുമ്പോൾ അതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി. ഇതൊക്കെ ഓരോ പേരിന് മാത്രം ഇട്ടാൽ മതി. മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി. ഇനി ഒന്നിച്ച് നല്ല പോലെ മിക്സ് ചെയ്ത് ശരിക്കും ഒന്നത് വഴറ്റിയെടുക്കുക. നല്ല പോലെ ചിക്കി, ഒരുപാട് ബ്രൗൺ ആവരുത്. അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉപ്പുമാങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊത്തിരി ഡ്രൈ ആയിട്ടിരിക്കുന്ന ഉപ്പുമാങ്ങ ആയതുകൊണ്ട്, നീലമാങ്ങ ആയതുകൊണ്ട് ഒട്ടും 2 വർഷത്തെ മാങ്ങയാണ്, ഒട്ടും അലന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിലോട്ട് അല്പം കുറച്ച് ഉപ്പുമാങ്ങയുടെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം കൂടി ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല കുഴമ്പം പാകത്തിനാവും. ശരിക്കും നാട്ടുമാങ്ങ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. ഞാൻ ഒട്ടുമിക്കതും ഉണ്ടാക്കാറുള്ളതാണ്. നീലമാങ്ങയും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിനകത്ത് ചെയ്യുന്നത് കുഴമ്പം പാകം ആവാൻ വേണ്ടിയിട്ട് ഉപ്പുമാങ്ങയുടെ വെള്ളമാണ് ഒഴിക്കുന്നത്. പിന്നെ അതിനകത്ത് ഉപ്പിടേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഉപ്പുമാങ്ങ നമ്മൾ ഇടുമ്പോൾ ഒത്തിരി ഉപ്പൊക്കെ ഇട്ട് വയ്ക്കുക. ഭരണിയിലിടുമ്പോൾ നമ്മൾ ഉപ്പ് കൂടുതലിടും. എല്ലാം കൂട്ടി മിക്സായി നല്ല രീതിയിൽ വന്ന് നമ്മൾ അതിനകത്ത് അല്പം കറിവേപ്പില ഇട്ട് വയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ അത് മിക്സ് ചെയ്യുക. എത്ര കറികൾ വേറെ ഉണ്ടെങ്കിലും ഈ ഉപ്പുമാങ്ങ വെളുത്തതിൻ്റെ അയൽവക്കത്ത് എത്താൻ പറ്റില്ല.